ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു സ്ക്വാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെല്ലിക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക എപ്പോഴും ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ എല്ലാവർക്കും അതുപോലെ കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എല്ലാ സമയത്തും ഈ നെല്ലിക്ക അവൈലബിളും ആയിരിക്കില്ല. സീസൺ ആവുന്ന സമയത്ത് നെല്ലിക്ക ഇതുപോലെ സ്ക്വാഷ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസം വരെ നമുക്ക് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം നെല്ലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനാണ് ഈ സ്ക്വാഷ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നെല്ലിക്ക കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും, ഇതുപോലെ ക്രാക്ക് വന്നിട്ടും ഉണ്ടാവും. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വെള്ളത്തിൽ നിന്ന് നെല്ലിക്ക എടുത്ത് മാറ്റാം. ഈ വെള്ളം കളയണ്ട, ഇത് നമുക്ക് ലാസ്റ്റിലേക്ക് ആവശ്യമുണ്ട്. ഇനി ഈ നെല്ലിക്കയിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിലുള്ള കുരു എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നെല്ലിക്ക ഇപ്പോൾ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ബൗൾ നിറച്ചുമാണ് കിട്ടിയിട്ടുള്ളത്. അത്രയും ക്വാണ്ടിറ്റി തന്നെ പഞ്ചസാര എടുക്കാം. നേരത്തെ നെല്ലിക്ക വേവിച്ചു വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കുരു കളഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നെല്ലിക്കയുടെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. ഒരു ലൈറ്റ് റെഡ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെല്ലിക്കയുടെ സിറപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സിറപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെല്ലിക്കയുടെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇതൊരു 6 മാസം വരെ കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെല്ലിക്ക എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സർബത്ത് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് 1/4 ഗ്ലാസോളം ഈ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് സർബത്ത് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.